ഹലോ ഹായ്, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഗ്ലാസ് ഇല്ലാതെ എങ്ങനെ ഗ്ലാസ് പെയിന്റിംഗ് ചെയ്യാമെന്നാണ്. ഞാനിവിടെ OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ് പെയിന്റ് എടുത്തിട്ടുണ്ട്, ഔട്ട്ലൈനർ, അതുപോലെ കുറച്ച് റവ, അതുപോലെ ഫെവിക്കോൾ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഗ്ലാസ് പെയിന്റിംഗ് ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പൊ ഞാൻ ഒരു ട്രേസിംഗ് പേപ്പറിൽ സാന്റാക്ലോസിന്റെ പിക്ചറാണ് എടുത്തേക്കുന്നത്. ക്രിസ്മസ് അല്ലേ, അതുകൊണ്ടാണ്. എന്നിട്ട് അതിന്റെ മുകളിൽ OHP ഷീറ്റ് വെച്ച് കൊടുത്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുവാണ്, അത് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മള് സാന്താക്ലോസിന്റെ ഡ്രസ്സിലെ വൈറ്റ് പോർഷൻസിലൊക്കെ റവ കവർ ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോൾ തേച്ച് റവ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. കാരണം നല്ല നീറ്റായിട്ട് റവ ഇതുപോലെ ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല എംബോസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടും. ആ ഒരു പിക്ചറിന് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ആ ഒരു റവയുടെ ഒരു എഫക്ട് നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം എല്ലാവരും. അപ്പൊ ഇതാ ഞാനിവിടെ ഈ ഒരു വൈറ്റ് ഏരിയാസ് ഒക്കെ ഒന്ന് ഫെവിക്കോൾ തേച്ച് റവയിട്ട് കവർ ചെയ്തെടുക്കുവാണ്. ഈ ഒരു OHP ഷീറ്റ് ഞാനിപ്പോ റീസെന്റ് വാങ്ങിയതൊന്നും അല്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രൊജക്ട് ചെയ്യാനങ്ങാണ്ട് വാങ്ങി വെച്ചത്. ഷെൽഫൊക്കെ ഒന്ന് ഒതുക്കിയപ്പോഴാണ് എനിക്ക് ഈ ഒരു ഷീറ്റ് കിട്ടിയത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നിയത് കേട്ടോ. ഈ OHP ഷീറ്റിൽ ചെയ്യുമ്പോൾ രണ്ടുണ്ട് ഗുണങ്ങൾ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഗ്ലാസ് പൊട്ടുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. നല്ല രീതിയിൽ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ സാന്താക്ലോസിന്റെ ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ ഒന്ന് ബ്ലാക്ക് ഔട്ട്ലൈനർ വെച്ച് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് ഫ്രെയിം ചെയ്യാനും നല്ല എളുപ്പമാണ്. നമുക്ക് വീട്ടിലുള്ള കുറച്ച് എക്യുപ്മെന്റ്സും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താ ഇവിടെ ഔട്ട്ലൈനർ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സാന്റയുടെ താടി ഗ്ലിറ്റർ ഔട്ട്ലൈനർ വെച്ചിട്ട് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു ഗ്ലിറ്റർ ഔട്ട്ലൈനർ ആണ് യൂസ് ചെയ്യുന്നത്. 3D ഔട്ട്ലൈനർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ താടി മീശയും അതുപോലെ പിരികൊക്കെ അതുപോലെ ചെയ്തു കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് റെഡ് ഔട്ട്ലൈനർ എടുത്തിട്ട് ആ ഒരു ചുണ്ട് കവർ ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് റെഡ് കളർ ഗ്ലാസ് പെയിന്റ് എടുത്തിട്ട് സാന്റയുടെ ഡ്രസ്സൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. പാന്റും അതുപോലെ തന്നെ മുകളിലുള്ള ഓവർകോട്ടും ഒക്കെ നമുക്ക് റെഡ് കളർ വെച്ചിട്ട് ഗ്ലാസ് പെയിന്റ് വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. ഈ ഗ്ലാസ് പെയിന്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബബിൾസ് വരാതെ നോക്കണം. നല്ല രീതിക്ക് ബബിൾസ് ഒന്നും ഇല്ലാതെ ചെയ്തെടുത്താൽ ഈ പിക്ചറിന് നല്ല പെർഫെക്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതേ നമ്മുടെ ഈ റെഡ് കളർ ഏരിയാസ് ഒക്കെ ഒന്ന് നല്ല ഭംഗിയായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. നീറ്റായിട്ട് ചെയ്തു പോവാണ്. ഇനി നമുക്ക് സാന്റയുടെ ഷൂസ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത്. ബ്രൗൺ കളർ ഗ്ലാസ് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഷൂവിന്റെ അടിയിലത്തെ ഒരു പോർഷൻ ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ലൈറ്റ് ഷെയ്ഡ് വല്ലതും കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു സെപ്പറേഷൻ അറിയുള്ളൂ. അല്ലെങ്കിൽ ഫുൾ ഷൂവും ഒരേ കളറായി പോവും. അടിയിലുള്ള പോർഷന്റെ ഭാഗത്ത് ഞാനൊരു ചെറുതായിട്ട് യെല്ലോ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. യെല്ലോ ഗ്ലാസ് പെയിന്റ് അടിച്ച് കൊടുക്കുവാണ്. അപ്പൊ അതിനൊരു നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ബെൽറ്റിന്റെ ബക്കിളും അതുപോലെ തന്നെ ഗിഫ്റ്റിന്റെ ബാഗും സാന്താക്ലോസിന്റെ ഗിഫ്റ്റ് ബാഗും അതുപോലെ തന്നെ ആ ഒരു ബെല്ലുണ്ട് കയ്യില്, ആ ബെല്ലും കൂടെ നമുക്ക് യെല്ലോ കളറിൽ കവർ ചെയ്തെടുക്കാം. ഇനി ഞാൻ ചെയ്യുന്നത് വൈറ്റ് ആക്രിലിക് പെയിന്റ് എടുത്തിട്ട് സാന്താക്ലോസിന്റെ താടി മീശയും അതുപോലെ പിരികൊക്കെ ഒന്ന് ഭംഗിയാക്കി എടുക്കുകയാണ്. പെയിന്റ് ചെയ്യാൻ നമുക്ക് നല്ല നീറ്റായിട്ട് പെയിന്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ സാന്താക്ലോസിനെ ഇവിടെ പെയിന്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഗ്ലാസ് പെയിന്റിങ് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ആ ഒരു റവയൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു പ്രൊജക്ഷൻ വന്നത് കണ്ടോ. അതാണ് അതിന്റെ ഒരു ഭംഗി. കണ്ടോ, നല്ല എംബോസ് ആയിട്ട് വന്നത്. ഇനി നമുക്ക് എങ്ങനെ ഫ്രെയിം ചെയ്യുന്നത് നോക്കാം. ഞാൻ എന്താ ഇവിടെ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പറും അതുപോലെ ഗിഫ്റ്റ് പേപ്പറും എടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് ഒരു ഗോൾഡ് കളർ ഗിഫ്റ്റ് പേപ്പറും മറ്റേ സൈഡ് സിൽവർ കളറുമാണ് ഇതിന്റെ വരുന്നത്. അപ്പൊ ഞാൻ സിൽവർ കളറിലാണ് കുറച്ചും കൂടി ഭംഗി തോന്നിയത്. അതുകൊണ്ട് ഞാൻ സിൽവർ ഷെയ്ഡാണ് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ബ്ലാക്ക് ചാർട്ട് പേപ്പറിലേക്ക് ഈ സിൽവർ കളർ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിന്റെ പുറത്തേക്ക് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സാന്താക്ലോസിന്റെ OHP ഷീറ്റും കൂടി വെച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ മുകളിലേക്ക് ചെറിയ രീതിയിലൊരു ഫ്രെയിം പോലെ ഞാൻ ബ്ലാക്ക് ചാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് നല്ല ഭംഗിയായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്താൽ നല്ല നീറ്റായി
നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഈ ഫ്രെയിമിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കുവാണ്. അതിന് റെഡ് കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒരു പെറ്റൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. കണ്ടോ, ഇനി നമ്മളത് നേരിട്ട് നോക്കുമ്പോൾ ശരിക്കും ഒരു ഫ്ലവർ ഷേപ്പിൽ കിട്ടും. ഇനി അതിന്റെ ഒരു പെറ്റൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൂട്ടി യോജിപ്പിച്ച് ഒട്ടിക്കാം. അപ്പം നല്ല ഭംഗിയിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ നമുക്ക് കിട്ടും. ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ലീഫ് ആവശ്യമുണ്ട്. ഞാൻ അതിനായിട്ട് ഗ്രീൻ കളർ പേപ്പറാണ് ഇവിടെ എടുക്കുന്നത്. അത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പത്തിൽ ലീഫ് കട്ട് ചെയ്യാൻ അറിയുന്നതെന്ന് വെച്ചാൽ ആ ഒരു മോഡൽ നിങ്ങൾക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു രീതിയിലാണ് ലീഫ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം ലീഫ് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടപ്പോൾ നമ്മുടെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലീവ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സാന്താക്ലോസിന്റെ ഫ്രെയിം ഇത് വെച്ച ആ ഒരു ഫ്രെയിമിലേക്ക് ഇതൊക്കെ ഈ ഒരു ലീഫും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഒക്കെ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ പൂക്കളൊക്കെ അങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ. അത് കാണാനായിട്ട് വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഇത് രണ്ട് സൈഡിൽ ഞാൻ 3 ഫ്ലവേഴ്സ് വെച്ചിട്ടും അതുപോലെ ബാക്കിയുള്ള 2 സൈഡിൽ ഞാൻ ഓരോ ഫ്ലവേഴ്സ് വീതമാണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഇതാപ്പം നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ ഞാൻ ഭംഗിയാക്കി ഒട്ടിച്ചു കൊടുക്കാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ലീഫും ഫ്ലവേഴ്സും ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഞാനിവിടെ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡൻ കളറ് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ട് കേട്ടോ. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ നെയിൽ ആർട്ട് കിറ്റിൻ്റെ കൂടെ കിട്ടിയതാണ് എനിക്ക്. ഞാനതിങ്ങനെ എടുത്തു വെച്ചായിരുന്നു. അപ്പോൾ ഇത് ഞാനിതിൻ്റെ നടുവിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ കളർ പേപ്പറോ അല്ലെങ്കിൽ ഗോൾഡൻ കളർ പെയിൻറ്റോ നമുക്കിതിൻ്റെ സെൻറ്ററിലോട്ട് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു സെൻറ്റർ പോർഷൻ നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, നല്ല ഭംഗിയായിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്ലിറ്റർ ഔട്ട്ലൈനർ വെച്ചിട്ട് ബാക്കിയുള്ള സ്പേസൊക്കെ ഒന്ന് ചെറിയ ഡിസൈൻ കൊടുക്കുവാണ്. ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഫുൾ ഫ്രെയിം ചെയ്തെടുക്കാം. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമ്മൾ നല്ലൊരു ഗ്ലാസ് പെയിന്റിംഗ് ഇവിടെ ചെയ്തെടുത്തില്ലേ. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ് മറക്കണ്ട. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോഴേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഇവിടെ ഫ്രെയിം ചെയ്ത് നല്ലൊരു ഗ്ലാസ് പെയിന്റിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. സ്റ്റേ സേഫ് ആൻഡ് ബൈ.